അഖില, പറയൂ. നിങ്ങൾ ഈ പുതിയ തലമുറയ്ക്ക് വിവാഹം, കുടുംബം, കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് വിവാഹം കഴിക്കാൻ മടിയാണെന്നാണ് പുതിയ കണക്കുകൾ വരുന്നത്, സർവേകൾ. അതെ, തീർച്ചയാണ്. പെൺകുട്ടികൾ മാറി ചിന്തിക്കാൻ തുടങ്ങി എന്നതാണ് അതിനൊരു അർത്ഥം. എങ്ങനെ മാറി ചിന്തിച്ച എനിക്ക് മനസ്സിലായത്. കാരണം ഇത്രയും നാളത്തെ ഒരു നമ്മുടെ സമൂഹത്തിലെ പൊതുവേ ഉള്ള ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ ഇത്ര ഒരു 18 വയസ്സ് അല്ലെങ്കിൽ ഒരു 19 വയസ്സൊക്കെ ആവുമ്പോൾ തന്നെ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വിടണമെന്നാണ് നമ്മുടെ പൊതുവായ ഒരു സമൂഹത്തിലെ ഒരു പോക്ക് എന്ന് പറയുന്നത്. അപ്പോ ആ ഒരു ചിന്താഗതി ശരിയല്ലെന്ന് ഇപ്പൊ പെൺകുട്ടികൾക്ക് തന്നെ ചിന്തിച്ചു തുടങ്ങി. പഠിക്കണം. നമുക്ക് ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ തുടർ പഠനത്തിലേക്ക് ഒരു അവസരങ്ങളുണ്ടല്ലോ, പഠിച്ച് ജോലി നേടി അങ്ങനെയൊക്കെ പെൺകുട്ടികൾക്കും സ്വന്തം കാലിൽ നിന്നതിന് ശേഷം അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കല്യാണം കഴിച്ചാൽ മതി എന്നുള്ളൊരു നിലയിലേക്ക് പെൺകുട്ടികൾ ചിന്തിക്കാൻ തുടങ്ങി. അതല്ലാതെ ഈ 19-20 വയസ്സിൽ പല അബദ്ധങ്ങളിലും പോയി ചാടി ജീവിതം ഹോമിക്കുന്ന, അല്ലെങ്കിൽ പിന്നീട് ഒരു ജീവിതം ഇല്ല എന്നുള്ള തരത്തിൽ പോകുന്ന പെൺകൊച്ചുങ്ങളില്ലേ, പെൺകുട്ടികളുണ്ട്. എന്താ പറയുന്നത്, ഇപ്പം MDMA പിടിക്കപ്പെടുന്നു. ഇപ്പൊ കാമുകനൊപ്പം MDMA ആയി പിടിക്കപ്പെടുന്ന എത്ര യുവതികളില്ലേ, അവരുടെ പ്രായം എടുത്ത് നോക്കി 22-25 വയസ്സ്. അറിയാലോ വാർത്തകൾ. അപ്പൊ നിങ്ങൾ ഈ കല്യാണം മാത്രം വലിയെന്തോ അപരാധം, ബാക്കിയൊക്കെ വലിയെന്തോ സംഭവമാണെന്നാണോ? അതാണ് തിരിച്ചു വെച്ചത്. അങ്ങനെയല്ല, ഒരിക്കലും അല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. നമ്മള് പെൺകുട്ടികൾ ഇപ്പൊ പൊതുവെ ചിന്തിക്കുന്നത് അവർക്കൊരു നല്ല രീതിയിലുള്ള ഒരു ജോലി നേടണം, അവർക്ക് കൂടുതൽ ലൈഫ് എക്സ്പ്ലോർ ചെയ്യണം, ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരാണ് പെൺകുട്ടികൾ കൂടുതലും. കാരണം അതിന് കല്യാണത്തിനോട് എന്താണ് വിരോധം? ചേട്ടാ, കല്യാണത്തിനോട് വിരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിന് പ്രധാന കാരണം. ഇപ്പൊ എന്തോരം ഇപ്പോ വിവാഹത്തിന്റെ പേരിൽ എത്രത്തോളം ഇപ്പൊ മരണങ്ങളും അതുപോലെ ആത്മഹത്യയൊക്കെ എത്രത്തോളം ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ സ്ത്രീധന പീഡനം, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഒത്തിരി തന്നെ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളെ ഓർത്തും പെൺകുട്ടികള് വിവാഹം വേണ്ടെന്ന് വെക്കുകയല്ല, അവരുടേതായ സ്വന്തം കാലിൽ നിന്ന് സമ്പാദിച്ച ശേഷം വിവാഹം അവരുടെ സ്വന്തം ചെലവിൽ നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടികളും ഉണ്ട്. വിവാഹം വേണ്ടെന്ന് വെക്കുകയല്ല, അവരുടേതായ ഒരു ഈ സ്വന്തം ചെലവിൽ നിറയുമ്പോൾ സ്ത്രീധനം ഒരു 50 പവൻ ചോദിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് കൊടുക്കുക, അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയല്ല. നമുക്കൊരു സ്ത്രീധനം കൊടുക്കുമോ? എനിക്ക് സ്ത്രീധനം കൊടുക്കാൻ താല്പര്യമില്ല. കാരണം എന്റെ അച്ഛനും അമ്മയും എന്നെ വളർത്തി ഇത്രയും വലുതാക്കി. കല്യാണം കഴിക്കും, തീർച്ചയായിട്ടും കല്യാണം കഴിക്കും. എത്ര വയസ്സിൽ കല്യാണം കഴിക്കാനാണ് ആഗ്രഹിക്കുന്നത്? അഖിലയോട് മാത്രമല്ല, പൊതുവിൽ നിങ്ങൾ കൂട്ടുകാരികളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പം കല്യാണത്തിന്റെ കാര്യമൊക്കെ സംസാരിക്കുമ്പോഴേ പൊതുവിൽ എത്ര വയസ്സാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എനിക്ക് എന്റെ ഒരു അഭിപ്രായത്തില് എനിക്ക് ഇപ്പോഴാണ് ജോലിയൊക്കെ ഒന്ന് കിട്ടി, നമുക്ക് ലൈഫൊക്കെ ഒന്ന്, ഇപ്പൊ എന്റെ കയ്യിൽ പൈസ കിട്ടാൻ തുടങ്ങി. നമ്മ ഒരു അഹങ്കാരം പറയുന്ന രീതിയല്ല, നമ്മുടെ കയ്യിൽ പൈസ കിട്ടാൻ തുടങ്ങിയപ്പോ ഇത്രയും നാളെന്ന് പറഞ്ഞാൽ അമ്മ പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൊച്ചു കുട്ടികളാണ്, അവിടെ പോകാൻ പാടില്ല, ഫ്രണ്ട്സിന്റെ കൂടെ പോകാൻ പാടില്ല, കറങ്ങി നടക്കരുത്, ഇങ്ങനെയൊക്കെയാണ്. നമുക്കിപ്പോ ജോലിയായി, ഇപ്പൊ നമുക്ക് നമ്മുടേതായ വരുമാനം ആകുമ്പോ നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം. പറയുന്നത് ജോലി ഇല്ലാത്തതുകൊണ്ടല്ലോ അമ്മയ്ക്ക് മകളുടെ കാര്യത്തിൽ ആകുലതകളും ആശങ്കയൊക്കെ ഉണ്ട്. അതാ ഞാൻ പറയുന്നേ. ഓക്കെ ആയിരിക്കാം, അങ്ങനെ ആയിരിക്കാം. പക്ഷെ നമുക്കിപ്പോ നമ്മുടെ കാര്യങ്ങളൊക്കെ സ്വന്തമായി തീരുമാനിക്കാനും അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറയാനും ചെയ്യാനൊക്കെ ഉള്ളൊരു സമയമായി. അപ്പോ നമ്മള് പൊതുവെ ഇപ്പോ പക്ഷെ ഇതുകൊണ്ട് അഖില പറയുന്നത് കൊണ്ട് മാത്രം ഈ സ്ത്രീധന പീഡനം ഇതൊക്കെ കൊണ്ട് മാത്രം നിങ്ങൾ ഇനി കല്യാണമേ വേണ്ട എന്ന് വെക്കുന്ന ഇതിലേക്ക് ഈ പെൺകുട്ടികൾ പോകുന്നത് അത് പ്രധാനപ്പെട്ട ഒരു കാരണം മാത്രമാണോ? അല്ല, പൊതുവെ സ്ത്രീകൾ ഒരു അടിമ എന്നുള്ളൊരു രീതിയാണ്. അടിമ? അതാണ് നിങ്ങൾ അതെ ചേട്ടൻ, ഒരിക്കലും അല്ല ചേട്ടാ, ഒരിക്കലും അല്ല. സ്ത്രീകൾ അടുക്കളയിൽ മാത്രം ഒതുങ്ങി ജീവിക്കണം എന്ന് പറയുന്ന പല സിനിമകളിൽ വരെ ആ ഒരു സംഭവം ഉണ്ട്. അച്ഛന്റെ അടിമയാണോ? ആണോ? എന്റെ അമ്മ അച്ഛന്റെ അടിമയാണോന്നല്ല, എന്റെ അമ്മയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഓക്കെ നിക്ക് ഞാൻ പറയട്ടെ, എന്റെ അമ്മയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ അമ്മ ചിന്തിക്കുന്നത് ഓക്കെ ആയിക്കോട്ടെ, ഞാൻ ഫെമിനിസ്റ്റ് ആണ്, അങ്ങനെ തന്നെ ഞാൻ ആയിക്കോട്ടെ. അടിമ എന്നുള്ള വാക്കേ തെറ്റാണ്. അടിമ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴുതയെ നമ്മൾ വില കൊടുത്തു പോകുന്നു, അതിനെക്കൊണ്ട് എല്ലാ ജോലിയും അതിനെ കൊണ്ട് ചെയ്യിപ്പിക്കും, അങ്ങനെയാണോ ഭാര്യ ഭർത്താവ് ബന്ധം? ചേട്ടാ, ഭാര്യ ഭർത്താവ് ബന്ധം എങ്ങനെയെങ്കിലും ഒക്കെ ആയിക്കോട്ടെ, പക്ഷെ ഇപ്പൊ എന്റെ അമ്മയ്ക്ക് ഒരാഗ്രഹമുണ്ട്, ഇപ്പൊ ഒരു ട്രിപ്പ് പോകണം, ഉള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ അമ്മയ്ക്ക് അത് ചിലപ്പോ അതൊന്നും നടത്തിയെടുക്കാൻ കഴിയത്തില്ല. കാരണം അവിടെ അമ്മ ആദ്യമേ ചിന്തിക്കുന്നത് എന്റെ മകൾക്ക് ഒരു നല്ല ഇത്, അതായത് മക്കൾക്ക് വേണ്ടി. അതെങ്ങനെ എടി സമയം നോക്കുന്നുണ്ടോ? അല്ല, ഞാൻ ചോദിക്കുന്നത് അതെങ്ങനെ അടിമ എന്നുള്ള ഇതിലേക്ക് വരും? നിങ്ങൾ മിണ്ടിക്കഴിഞ്ഞാൽ
ഈ പുതിയ തലമുറ ചേട്ടാ ഒത്തിരി സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായിട്ട് ജീവിക്കുന്ന ഒത്തിരി പെൺകുട്ടികളുണ്ട്. അവരുടെ വിവാഹശേഷം അവര് വെറും അടുക്കളയിൽ ഒതുങ്ങിക്കൂടി ജീവിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ കല്യാണം കഴിക്കുന്ന എത്ര പെൺകുട്ടികള് അടുക്കളയിൽ മാത്രം ഒതുങ്ങി കഴിയുന്നുണ്ട്. ആരും അടുക്കളയിലല്ല, ഭർത്താവ് ജോലിക്ക് പോകും, ഭാര്യയും ജോലിക്ക് പോകും. കൊച്ചുങ്ങളുണ്ടെങ്കിൽ കൊച്ചുങ്ങളെ നോക്കും. ചിലപ്പോൾ ഭർത്താവിന്റെ അമ്മയായിരിക്കും, അല്ലെങ്കിൽ അതെപ്പോഴാ ഈ ഒരു ഇതൊക്കെ തുടങ്ങിയത്? അത് ചിന്തിക്കുന്ന അല്ലെങ്കിൽ അതാ പറഞ്ഞേ, അങ്ങനെ ചിന്തിക്കുന്നത് ഇപ്പൊ തുടങ്ങി, ചിന്തിക്കാൻ തുടങ്ങി പെൺകുട്ടികൾ. സ്ത്രീ അടുക്കളയിൽ ഭാര്യക്ക് തുല്യ പദവി, തുല്യ പരിഗണന നൽകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യും. എത്ര പേര് അങ്ങനെ ഉണ്ട്? എത്ര പേര് അങ്ങനെ ഉണ്ട്? കണ്ടെത്തുന്ന ആളുകളുടെ ക്വാളിറ്റി പോയിരിക്കും. നമുക്ക് അങ്ങനെ മുൻകൂട്ടി ചിന്തിച്ച് കണ്ടെത്താൻ പറ്റത്തില്ലല്ലോ. നല്ല ഹാൻസം ബോഡി, ഞാൻ കാര്യം ചോദിക്കട്ടെ, അതൊക്കെ നോക്കി കല്യാണം കഴിച്ചു കഴിഞ്ഞാല് ഇമാര് സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ അടി കിട്ടേണ്ടി വരും, അവസാനം മരണത്തിലേക്ക്. ഓക്കെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പെൺകുട്ടികൾ വൈകി കല്യാണം കഴിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ കല്യാണം വേണ്ടെന്ന് വെക്കുന്നു, അതുകൊണ്ട് ചേട്ടൻ എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ? എനിക്ക് പ്രശ്നം വരുന്നില്ല. പക്ഷെ നമ്മുടെ സമൂഹത്തിന് ഒരു തെറ്റായ സന്ദേശം, നീ ഇപ്പൊ പറഞ്ഞ പോലെ ഭാര്യ ഭർത്താവിന്റെ അടിമയാണ്, ആ ചിന്താഗതി, അതൊരു ഫെമിനിസ്റ്റ് ചേട്ടാ. ആ ചിന്താഗതി ഇപ്പൊ എന്നിൽ മാത്രമുള്ളതല്ല, പൊതു സമൂഹത്തിലെ ഉള്ളൊരു കാര്യമാണ്. നേരത്തെ നീ പറഞ്ഞു അമ്മയ്ക്ക് അമ്മയുടേതായ ആഗ്രഹങ്ങളുണ്ട്, അത് നടത്താൻ പറ്റുന്നില്ല, അത് കുടുംബം എന്നുള്ള രീതിയിൽ തളച്ചിടുന്നു അല്ലെ? മക്കളുടെ കാര്യങ്ങൾ നോക്കുന്നു. മക്കളുടെ സന്തോഷമാണ് അച്ഛന്റെ അമ്മയുടെയും സന്തോഷമെങ്കിൽ അതാണ് അവരുടെ ജീവിതം. അങ്ങനെയാണ് എന്റെയും നിന്റെയും. അപ്പൊ അവരുടെ ആഗ്രഹങ്ങൾ ഈ ഒരു ഇതിനു വേണ്ടി, ഒരു സംതൃപ്തിക്ക് വേണ്ടി അവരുടെ ആഗ്രഹങ്ങൾ മാറ്റി വെക്കണോ? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നീ കല്യാണം കഴിച്ചു, കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ടാവും. പിന്നീട് ആ കുഞ്ഞുങ്ങളുടെ വളർച്ച, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ചില സ്വപ്നങ്ങള്, ഇതൊക്കെയാവും ഒരു അച്ഛന്റെ അമ്മയുടെ. ഇതുകൊണ്ടാണ് പെൺകുട്ടികൾ ഈ ഒരു അവസ്ഥ വരുന്നതുകൊണ്ടാണ് പെൺകുട്ടികൾ വൈകി കല്യാണം കഴിക്കുന്നത്. കണ്ടോ, കുട്ടികളായി കഴിയുമ്പോ എന്താ, കുട്ടികളാകുമ്പോ നമുക്ക് അവരുടെ കാര്യങ്ങൾ നോക്കണം അല്ലെ? അവരിലേക്ക് തന്നെ ഒതുങ്ങിപ്പോവും. അപ്പൊ അവരിലേക്ക് തന്നെ ഒതുങ്ങി പോകുമ്പോ നമ്മുടെ ഇഷ്ടങ്ങളും അല്ലെങ്കിൽ നമുക്ക് പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ അവിടെ തളയ്ക്കപ്പെടുകയാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ വേണ്ടാന്ന് വെക്കുക. അപ്പൊ കല്യാണം എന്നുള്ള സങ്കല്പത്തിനോട് പൊതുവിൽ കുടുംബം എന്നുള്ള ഈ ഒരു പരമ്പരാഗത രീതികളോടൊക്കെയാണല്ലോ പുച്ഛം. പുച്ഛം എന്ന് പറയാൻ പറ്റത്തില്ല. അവരവരുടെ ആഗ്രഹങ്ങൾ പെൺകുട്ടികൾ മാറി ചിന്തിച്ചെന്ന് തന്നെ വേണ്ടി പറയേണ്ടി വരും. കാരണം നിങ്ങളുടെ പ്രായത്തിൽ അതേ വർഷത്തിൽ ജനിച്ച ആൺകുട്ടികൾക്കും ഇതേപോലെ സ്വപ്നവും മോഹങ്ങളും ഇതൊന്നുമില്ലേ? അവരെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അവരോട് ഇപ്പൊ നമ്മുടെയൊക്കെ അമ്മമാര് പറയും, നീ കല്യാണം കഴിച്ചതിന് ശേഷം നീ അയാളുടെ കൂടെ എവിടെ വേണേലും പൊക്കോ, അയാൾ പറയുന്നത് കേട്ടോ, അയാൾ പറയുന്ന രീതിയിലുള്ള വസ്ത്രം ധരിച്ചോ, ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അപ്പോ അവിടെ എന്താ നമുക്ക് മനസ്സിലാക്കണ്ടേ, ആ ഒരു പുരുഷൻ പറയുന്നത് കേട്ട് ജീവിക്കേണ്ട ഒരു സ്ത്രീയുടെ അവസ്ഥയാണ് അവിടെ പറയുന്നത് അല്ലേ? എന്തായാലും അഖിലയുടെ ഉള്ളിൽ ഒരു ഫെമിനിസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഈ പുരുഷൻ എന്നൊക്കെ പറഞ്ഞ് എന്താ പറയാ, അതിനിപ്പൊ അങ്ങനെ വ്യാഖ്യാനിക്കാമെങ്കിൽ എനിക്ക് വ്യാഖ്യാനിച്ചോട്ടെ, എനിക്ക് അതിന് കൂടുതലൊന്നും പറയാനില്ല. കാരണം ഇക്കാലത്തെ സ്ത്രീകള് മാറി ചിന്തിക്കാൻ തുടങ്ങി എന്നതാണ് ഇതിനുള്ള വിഡ്ഢിത്തം. നമ്മുടെ ഒരിക്കലുമില്ല. ചേട്ടനെ പോലുള്ള ആൾക്കാര് ചിന്തിക്കുന്ന എന്ന് പറഞ്ഞാൽ, ചേട്ടനെ പോലും ഞാൻ ഒരു കാര്യം പറയാം, ചേട്ടനെ പോലുള്ള ആൾക്കാർ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ കുടുംബ ജീവിതം മാത്രമാണ് എന്തെങ്കിലും, അല്ലെ വിവാഹമാണ് എന്തോ വലിയ കാര്യം എന്ന് ചിന്തിക്കുന്നതാണ്. കാരണം എന്താ, ലോകം ഇത്രയും വലുതായിട്ട് അതിൽ കുടുംബ ജീവിതം ഇത്രയും ഭയങ്കര വലിയ കാര്യമാക്കുമ്പോൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനും നമുക്ക് അനുഭവിക്കാനൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടെത്തണം, നേടണം, സ്ത്രീകൾ മുന്നോട്ട് വരണം. അപ്പോ ഈ കുടുംബ ജീവിതം എപ്പോഴും ഒരു എന്താ ഊരാക്കുടുക്കായിട്ട് പെൺകുട്ടികളിൽ കിടക്കാൻ പാടില്ല. അടിമ, ഊരാക്കുടുക്ക്. എന്തായാലും നമുക്ക് പറയാനുള്ളത്, അഖിലയുടെ മാതാപിതാക്കൾ അഖില ചിന്തിച്ചതുപോലെ ചിന്തിച്ചിരുന്നെങ്കിൽ എന്റെ മാതാപിതാക്കള് ഞാൻ പറയുന്ന ഒരു സമയത്ത് എനിക്ക് പറ്റുമെങ്കിൽ എനിക്ക് വിവാഹം കഴിച്ചു തരണമെന്നാണ് എന്റെ ആഗ്രഹം. ഭൂമിയിൽ ജനിക്കില്ലായിരുന്നു. അവരിങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ കുടുംബം വേണ്ട. ചേട്ടാ, നമ്മൾ ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികളുടെ കാര്യം, പെൺകുട്ടികളുടെ കാര്യമല്ലേ പറഞ്ഞത്? എന്തായാലും ഇത് ഒരു ഫെമിനിസ്റ്റ് ചിന്താഗതിയാണ്. ആയിക്കോട്ടെ, കുട്ടികളൊന്നും വേണ്ട, കുടുംബം വേണ്ട, കുട്ടികൾ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. കുറെയൊക്കെ ഈ മതവിശ്വാസവും ചില മത പ്രഭാഷകരൊക്കെ പറയുന്നത് സത്യമാണ് എന്ന തരത്തിലേക്കാണ്. കാരണം അരാജകത്വത്തിലേക്ക് പോവാണ്. പെൺകുട്ടികളൊക്കെ അവർക്ക് തോന്നിയ പോലെ ജീവിക്കുക, ആൺകുട്ടികളൊക്കെ അവർക്ക് തോന്നിയ പോലെ ജീവിക്കുക. അങ്ങനെ ഒരു ഇത് കൂടുതൽ ചർച്ചകളിലേക്ക് വരട്ടെ എന്ന് മാത്രം ഈ സമയത്ത് പറയാം.